ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ രാത്രി മുതലേ മഴ തന്നെയായിരുന്നു. ഇവിടെ അങ്ങനെ ഹെവി റെയിൻ ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഹെവി റെയിൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റ്സ് ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഫുള്ളിങ്ങനെ മഴ ചാറിക്കൊണ്ട് നിൽക്കുകയുള്ളൂ. കുറേ സമയം അങ്ങനെ ചാറി നിൽക്കും. അതാണ് ഇവിടുത്തെ മഴ എന്ന് പറയുന്നത്. Isha, Yes, what are you doing? I am coloring. Hmm. Do you know why? Hmm. I'm drawing one picture for the bad girl. Do you know why? Hmm. Because she doesn't know what smic mean, but I tell her what smic mean so much times. Hmm. Still, she don't know. Hmm. She's thinking smic mean is something bad. Hmm. But smic mean is something beautiful. Really? Yes. So I'm gonna tell tomorrow to her, you are not smic, you are a pretty girl, and I will tell to her, I'm sorry, I give you the beautiful picture. Oh, you are so cute. That's why I am coloring a beautiful picture. Hmm. But I don't know how to draw a little bit, but I draw like beautiful pictures here. Hmm. This picture, Hmm. and then this picture. Wow, that's beautiful. You know how did I draw so beautiful? Because I did this in drawing class. Hmm. I had drawing class. ശരിക്കും ഡ്രോയിങ് ക്ലാസ് ഇഷ്ടമാണോ? Yes. Okay. It's fun Hmm. because I like to do drawing. Oh. Okay, then carry on. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴാണ് കഴിക്കുക? When I finish drawing my picture. ഓക്കെ ഓക്കെ, വേഗം ഫിനിഷ് ചെയ്യുക, എന്നിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. Okay. ഓക്കെ. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് വരയ്ക്കട്ടെ, നമുക്ക് നമ്മുടെ കുക്കിംഗ് പരിപാടിയിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ബ്രെഡും പീനട്ട് ബട്ടറും ആയിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡും പീനട്ട് ബട്ടറും. കാരണം ഞാനങ്ങനെ കൊടുക്കാറില്ല, അത് കാരണം കൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരതാ കഴിച്ചത്. മോൾക്ക് ഞാനത് എടുത്ത് വെച്ചിട്ടുള്ളത്, മോനെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാനാണെങ്കിൽ ബ്രെഡും വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെ ആക്കി കഴിച്ചു. ഏട്ടനും പീനട്ട് ബട്ടറും ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചു. ആൾക്കും അത് ഇഷ്ടമാണ്, ആളും അതിൻ്റെ ഫാനാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനാണ് പോകുന്നത്. ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കലാപരിപാടിയിലേക്ക് പോവാം. ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ ഓരോ സ്റ്റെപ്സ്. ഭയങ്കര ഈസിയാണ് കുക്കിംഗ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന അത്ര ഈസി കുക്കർ ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഞാൻ കാണിക്കാം. കുക്കർ ബിരിയാണി അല്ലേ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുക്കർ വെക്കാം. കുക്കർ നന്നായി ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുക. അത് ചൂടായി വരുമ്പോൾ മസാലകൾ ആഡ് ചെയ്യണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, അതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സവോള ഒരു 2 സവോള ആഡ് ചെയ്യുക. വലിയ സവോള വേണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് മിക്സിയിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2 തക്കാളി, ചെറിയ 2 തക്കാളി. അത് കഴിഞ്ഞ് നമ്മുടെ പുതിന ഇല, മല്ലിയില ഒക്കെ കൂടി അങ്ങോട്ട് വഴറ്റുക.
ഉപ്പിടാൻ മറക്കരുത്, ഞാൻ കാണിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ ഉപ്പിട്ടിരിക്കുന്നതെന്ന്. അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടണം. എന്നിട്ട് 2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നാരങ്ങ നീരൊഴിക്കുക. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, 2:2 അതാണ് കണക്ക് കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്നതിന് ശേഷം തീ ഓഫാക്കിയിട്ട് മാക്സിമം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയൊന്നുമല്ല, ഇത് ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിക്കൻ നമ്മൾ 2 മണിക്കൂർ മുമ്പ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി, തൈര് ഇതൊക്കെ ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സാലഡ് ഉണ്ടാക്കി. സാലഡ് അല്ലാണ്ട് എന്ത് ബിരിയാണി അല്ലേ, അപ്പോൾ സാലഡ് ഉണ്ടാക്കി. ഈസി സാലഡാണ് ഇത്. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന സാലഡാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ കുക്കുംബറും ആഡ് ചെയ്യാറുണ്ട്. കുക്കുംബർ ആഡ് ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇവിടെ പല ടൈപ്പിലുള്ള യോഗേർട്ട് കിട്ടും കേട്ടോ. അതായത് പുളിയുള്ളത്, പുളി ഇല്ലാത്ത ടൈപ്പ്, പിന്നെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ ഫാറ്റ്, ഹൈ ഫാറ്റ്, മീഡിയം ഫാറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. അതിപ്പം പാലായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ലൈറ്റായിട്ടുള്ള സംഭവങ്ങളാണ് വാങ്ങാറ് എപ്പോഴും കേട്ടോ. പിന്നെ മക്കൾക്ക് കൊടുക്കാൻ മാത്രം ഹൈ ഫാറ്റുള്ള മിൽക്ക് എടുക്കും, നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫാറ്റുള്ള മിൽക്ക്, അങ്ങനെയാണ് നമ്മളെപ്പോഴും വാങ്ങാറ്. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന കുക്കർ ബിരിയാണി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്ക് കേട്ടോ. നമ്മൾ ഈശയുടെ ജിംനാസ്റ്റിക് ക്ലാസ്സിലേക്കാണ് കേട്ടോ പോകുന്നത്. അവൾക്ക് ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരൊരു ഡോളിനെ കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഡോൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടോയ് ആണ് കേട്ടോ. സോഫ്റ്റ് ടോയ് കൊടുത്തു വിട്ടിരിക്കുകയാണ്. അതിനെ അവൾ പോകുന്നിടത്ത് എവിടേക്കൊക്കെയോ പോകുന്നത് അവിടെ കൊണ്ടുപോയി അതിൻ്റെ പിക്സ് എടുക്കുക. എന്നിട്ട് എവിടേക്കൊക്കെയാണ് ഡോളിനെ കൊണ്ടുപോയി എന്നുള്ളത് ഡോളിൻ്റെ വേർഷനിൽ അവൾ ആ ബുക്കിൽ ഒരു ബുക്കും കൊടുത്തു വിട്ടിട്ടുണ്ട് അവർ. ആ ബുക്കിൽ അവളുടെ ഓൺ വേർഡ്സിൽ എഴുതണം. അതാണ് അവളുടെ ആക്ടിവിറ്റി. അപ്പോൾ ഇപ്പോൾ ജിംനാസ്റ്റിക്കിന് പോകുമ്പോൾ ആൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജിംനാസ്റ്റിക്കിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആ പിക്കും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അവളുടെ സോഫ്റ്റ് ടോയും ഞാൻ കാണിക്കാം. കണ്ടോ, അത് അവിടെ താഴെ ഇരിക്കുന്നതാണ് അവളുടെ സോഫ്റ്റ് ടോയ് കേട്ടോ. അതിനെ വെച്ചിട്ട് പിക്ക് എടുക്കണം, ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് അവളുടെ ജിംനാസ്റ്റിക്. ഇതിവിടെ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ്, പള്ളിയുടെ ഹാളിലാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ്. ഞാൻ അവളെ ചിലപ്പോൾ ഞാൻ നടന്ന് കൊണ്ടുവിടും, അല്ലെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ കൊണ്ടുവിടും, അങ്ങനെയാണ്. ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്കിലുള്ള വെജിറ്റബിൾ ഗാർഡനാണ്. എന്ത് രസമായിട്ടാണ് ഉണ്ടാക്കിയുള്ളത് നോക്കൂ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവം കണ്ടോ, എനിക്ക് തോന്നുന്നു ഇത് ഇവർ നമ്മുടെ നാട്ടിൽ കാക്കേനെയൊക്കെ ഓടിക്കാൻ വേണ്ടി വെക്കില്ലേ, അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും. ഞാൻ അവളെ അവിടെ വിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. കാരണം അവൾക്ക് 1.5 hours ഉണ്ട് ക്ലാസ്. അപ്പം അത്രയും നേരം നമ്മൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവളെ വിടും. എന്നിട്ട് അപ്പോഴേക്കും ഏട്ടൻ ഓഫീസിൽ നിന്ന് വരും. ആൾ വന്നിട്ട് എടുക്കുകയാണ് ചെയ്യാറ് സാധാരണ. കണ്ടത് ഇവിടുത്തെ പള്ളിയാണ്. ഞാൻ ഈ പള്ളി കാണിക്കാം കേട്ടോ. നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവിടുത്തെ പള്ളികളൊക്കെ. ഞാൻ സാധാരണ ഇവിടേക്ക് വരുമ്പോൾ വിചാരിച്ചത് നമ്മൾ യൂറോപ്പിലൊക്കെ കാണില്ലേ വലിയ പള്ളികൾ, അങ്ങനെയായിരിക്കും ഇവിടുത്തെ പള്ളികൾ എന്നുണ്ട്. പക്ഷെ അല്ല കേട്ടോ, അതാ ഇതുപോലെയാണ് ഇവിടുത്തെ എല്ലാ പള്ളികളും. ഹലോ, അങ്ങനെ ഞാൻ മോളെ ജിംനാസ്റ്റിക്കിന് വിട്ടിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഞാൻ കാണിച്ചു തന്നില്ലേ അവിടുത്തെ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ് അവൾക്ക് ജിംനാസ്റ്റിക്കിൻ്റെ ക്ലാസ്. അവിടുത്തെ പള്ളിയുടെ ഹാളില്ലേ അതിലാണ്. അവൾക്ക് വീക്കിലി വൺസ് ആണുള്ളത് ജിംനാസ്റ്റിക്കിൻ്റെ ക്ലാസ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ കുട്ടികളൊക്കെ കൂടുതലും ജിംനാസ്റ്റിക് അല്ലെങ്കിൽ ബാലറ്റ് അങ്ങനത്തെ സംഭവത്തിനൊക്കെയാണ് പോവുക കേട്ടോ. ഇവിടെ ക്ലാസിക്കൽ ഡാൻസ് ഇല്ലല്ലോ, വളരെ കുറവാണ്. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് അത് അറിയില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ക്ലാസ്സിലെ പിള്ളേർ പറഞ്ഞിട്ടാണോ എന്നറിയില്ല. പിന്നെ മോളുടെ ക്ലാസ്സിലാണെങ്കിൽ ആകെ ഒരു ഇന്ത്യനുള്ളത് അവൾ മാത്രമാണ്. ബാക്കി ഇവിടുത്തെ ഓസി കുട്ടികളും പിന്നെ ചൈനീസ് 2-3 കുട്ടികളുണ്ട്, അത്രേ ഉള്ളൂ. നേരെ കാണാനാണ് നമ്മുടെ മെയിൻ ജംഗ്ഷൻ. ജംഗ്ഷനിൽ തന്നെയാണ് റെയിൽവേ സ്റ്റേഷനുള്ളത്. ഇങ്ങനെ കുട്ടി കുട്ടി ജംഗ്ഷനുകളായിരിക്കും കേട്ടോ ഇവിടെ ഉണ്ടാവുക. അല്ലാതെ നിറയെ ഷോപ്പുകളോ അങ്ങനെയൊന്നും നമ്മൾ കാണില്ല. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു കുഞ്ഞു ലൈബ്രറിയാണേ. ലൈബ്രറി എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബുക്ക് കൊണ്ടുപോയി നമുക്ക് ആവശ്യമുള്ള ബുക്ക് എടുത്ത് വായിക്കാം. വായിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ കൊണ്ടുവയ്ക്കാം. അതൊരു ചാരിറ്റി പോലെ ചെയ്യുന്നതാണ് എല്ലാവരും. പിന്നെ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ കുട്ടി കുട്ടി ഷോപ്പുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് പെയിൻറ്റിങ്സ്. ഓസ്ട്രേലിയ സ്ട്രീറ്റ് പെയിൻറ്റിങ്സിന് ഭയങ്കര ഫേമസ് ആട്ടോ. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാം. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നതും ഇറങ്ങുന്നതും. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീടെത്താറായിട്ടോ. നിങ്ങൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, നമ്മളെ സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കോലത്തിൽ നടക്കുന്നത്. ക്യാപ്പും കോട്ടും ഇടാണ്ട് നമുക്ക് നടക്കാനേ പറ്റില്ല. ഇനിയൊരു 3 മാസം 4 മാസം ഇവിടെ വിൻ്റർ തന്നെയായിരിക്കും. ഇതേ തണുപ്പ് തന്നെയായിരിക്കും. അപ്പോൾ എന്നെ ഈ കോലത്തിൽ തന്നെ നിങ്ങൾ കണ്ടുവരും. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.